രണ്ടാമത്തെ ഭാഗം എസ്രയുടെ പുസ്തകം. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുണ്ട്. അവിടെ അഹവ ആറ്റിന്റെ അരികിൽ വെച്ച് കർത്താവിന്റെ ദാസൻ പ്രസിദ്ധപ്പെടുത്തിയ ഒരു ഉപവാസം. ആ ഉപവാസത്തിന്റെ അവർക്കൊരു ശുഭയാത്ര ഉണ്ടാകേണ്ടതിനൊക്കെയാണ്, അവർക്ക് സംരക്ഷണം ഉണ്ടാകേണ്ടതിനൊക്കെയാണ് അവർ ഉപവസിച്ചത്. പക്ഷെ അതിന്റെ ഒരു റിസൾട്ടാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഇവര് ഉപവാസം എല്ലാം കഴിഞ്ഞു. അതിൻ്റെ അകത്ത് 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കണ്ട. എസ്ര ചാപ്റ്റർ 8 വേഴ്സസ് 25 to 34. അത്രയും ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു 3 വാക്കുകളുണ്ട്. 25-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്തും 27-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്തും നമ്മൾ കാണുന്ന ഒരു വാക്കാണ് തൂക്കിക്കൊടുത്തു. എന്താണ്? ആലയം വകയ്ക്ക് ഔദാര്യദാനമായി കിട്ടിയ വെള്ളി, പൊന്ന് തുടങ്ങിയ വസ്തുക്കൾ എസ്ര ശാസ്ത്രി തൂക്കിക്കൊടുക്കുകയാണ്. എണ്ണി തൂക്കം തിട്ടപ്പെടുത്തി കൊടുക്കുകയാണ്. തൂക്കിക്കൊടുത്തു. ഇനി 30-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും യെരുശലേമിൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് തൂക്കപ്രകാരം ഏറ്റുവാങ്ങി. സ്തോത്രം. ഇദ്ദേഹം തൂക്കിക്കൊടുക്കാൻ തയ്യാറാകുമ്പോൾ തൂക്കപ്രകാരം ഏറ്റുവാങ്ങാൻ തയ്യാറുള്ള ഒരു കൂട്ടരെ നമ്മളവിടെ കാണുന്നു. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ അതേ ആശയം തന്നെയാണ് മറ്റൊരു ഭാഗത്ത് നിന്ന് വിശദീകരിക്കുന്നുവെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ജനറേഷൻ എഴുന്നേൽക്കണം. അത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കണം. സ്തോത്രം. തൂക്കിക്കൊടുത്താൽ തൂക്കപ്രകാരം ഏറ്റുവാങ്ങാൻ പ്രാപ്തിയുള്ള ഒരു തലമുറ എഴുന്നേൽക്കണമെന്ന് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, അങ്ങിൽ നിന്ന് പ്രാപിച്ച ഹല്ലേലൂയ ചിലത് തൂക്കിക്കൊടുത്താൽ, ചില വചന വെളിപ്പാട് തൂക്കിക്കൊടുത്താൽ, ഹല്ലേലൂയ സ്തോത്രം, ചില ദർശനങ്ങൾ കൈമാറാൻ തയ്യാറാകുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, തൂക്കപ്രകാരം അതിന്റെ ഖനമനുസരിച്ച്, അതിന്റെ ഹല്ലേലൂയ വിശുദ്ധി അനുസരിച്ച്, ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ പ്രാധാന്യത്തെ ഹല്ലേലൂയ ഒട്ടും കുറച്ചു കളയാതെ തൂക്കപ്രകാരം ഏറ്റുവാങ്ങുന്ന ഒരു തലമുറയെ ഞങ്ങൾക്ക് താ. ഹല്ലേലൂയ സ്തോത്രം. ഒട്ടും ലഘൂകരിച്ച് കാണാതെ, ഒട്ടും ചെറുതായി കാണാതെ, നാം പ്രാപിച്ച ദർശനം അതിന്റെ മൂല്യം ഒട്ടും കുറയാതെ, ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ, ഒട്ടും കലർപ്പില്ലാതെ തൂക്കപ്രകാരം സ്വർഗത്തിൽ നിന്ന് എങ്ങനെ പ്രാപിച്ചോ അതിനനുസരിച്ച് അതിന്റെ ഘനത്തോടെ പ്രാപിച്ച് ഏറ്റെടുക്കുന്ന, ഏറ്റുവാങ്ങുന്ന ഒരു കൂട്ടം, ഒരു തലമുറ എഴുന്നേൽക്കണം. ഈ ദിവസങ്ങളിൽ നാം ശക്തമായി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. തൂക്കപ്രകാരം ഏറ്റുവാങ്ങാൻ പ്രാപ്തിയുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരണം. സ്തോത്രം. ഇനി തൂക്കിക്കൊടുത്തു, തൂക്കപ്രകാരം ഏറ്റുവാങ്ങി എന്നുള്ളതിനേക്കാൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 29-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളവയെ യെരുശലേമിൽ യഹോവയുടെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രധാനികൾക്കും ഇസ്രായേലിന്റെ പിതൃഭവനക്കാർക്കും തൂക്കിയേൽപ്പിക്കും വരെ ജാഗരിച്ചു കാത്തുകൊള്ളുവീൻ. തൂക്കിക്കൊടുത്തു, തൂക്കപ്രകാരം ഏറ്റെടുത്തു, തൂക്കിയേൽപ്പിച്ചു. സ്തോത്രം.
തൂക്കി ഏൽപ്പിക്കുന്ന ഒരനുഭവം എന്ന് പറയുന്നത് അത് വിശ്വസ്തതയെ കാണിക്കുന്നതാ. തൂക്കപ്രകാരം ഏറ്റെടുത്താൽ മാത്രം പോരാ, സസ്റ്റെയിൻ ഇറ്റ്. അത് കൊണ്ട് നടക്കണം, അതിനെ സൂക്ഷിക്കണം, അതിനെ എത്തേണ്ടുന്നിടത്ത് കൊണ്ടുവന്ന് എത്തിക്കണം. സ്തോത്രം. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, പകരത്തക്കവണ്ണം ചിലത് പ്രാപിപ്പാൻ എനിക്ക് കൃപ താ. ഞാൻ പകരുമ്പോൾ പാത്രങ്ങൾ വെച്ച് തന്ന് അത് പ്രാപിക്കുന്ന ഒരു തലമുറ എനിക്ക് താ. തൂക്കപ്രകാരം ചിലത് സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച് തൂക്കി ഹല്ലേലൂയ ഏൽപ്പിക്കാൻ കൃപത. ഹല്ലേലൂയ. തൂക്കപ്രകാരം ഏറ്റുവാങ്ങുന്ന ഒരു കൂട്ടത്തെ എനിക്ക് താ കർത്താവേ. ഹല്ലേലൂയ. ഏറ്റുവാങ്ങുക മാത്രമല്ല, തൂക്കി ഏൽപ്പിക്കുന്നവരുടെ കരങ്ങളിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഇവര് തൂക്കി ഏൽപ്പിക്കുന്നത് വരെ ജാഗരിച്ച് കാത്തുകൊള്ളാൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? 28-ാം വാക്യം, ഞാൻ അവരോട്, നിങ്ങൾ ദൈവത്തിന് വിശുദ്ധന്മാരാകുന്നു, ഉപകരണങ്ങളും വിശുദ്ധം തന്നെ. നിങ്ങളൊന്ന് ആലോചിക്കുക, ആ അഹവ ആറ്റിന്റെ അരികിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കൂടി വരുന്ന ജനം ധാരാളം പേരുണ്ട് കേട്ടോ. അത്രയും പേരുടെ ഇടയിൽ നിന്ന് ഉപവസിച്ചവരും ഒത്തിരി പേരുണ്ട്. ആ പ്രവാസത്തിൽ നിന്ന് വിട്ടുപോകാൻ മനസ്സ് കാണിച്ചവർ, വിട്ടുപോകുന്ന അഹവാറ്റിന്റെ അരികിൽ കൂട്ടിവരുത്തിയപ്പോൾ കൂടി വരാൻ മനസ്സ് കാണിച്ചവർ, അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയ ഉപവാസത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉപവസിക്കാൻ മനസ്സ് കാണിച്ചവർ. എന്നാൽ അതിനകത്തു നിന്നൊരു 12 പേരെ ഉപവാസം കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഈ ഉപവാസം കഴിയുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ്, ചിലത് തൂക്കി തരാൻ തക്കവണ്ണമുള്ള ഒരു തിരഞ്ഞെടുപ്പ്. എല്ലാവർക്കും കിട്ടിയില്ല, എല്ലാവരുടെയും കരങ്ങളിൽ കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇവരുടെ യാത്ര അല്പം ദുഷ്കരമാണ്. തമ്പുരാന്റെ അടുത്തുനിന്ന് ചിലതൊക്കെ ചോദിച്ചു വാങ്ങിക്കാൻ എളുപ്പമാ, ശുശ്രൂഷ വാങ്ങിക്കാൻ എളുപ്പമാ. പക്ഷേ ഹല്ലേലൂയ, ബാക്കിയുള്ളവരെല്ലാം യാത്ര ചെയ്തതുപോലെയാണോ ഇവർ യാത്ര ചെയ്തത്? അല്ലെന്ന് ഞാൻ പറയും. അവരുടെ മറ്റുള്ളവരുടെ വീട്ടു സാമാനങ്ങൾക്ക് കാവലിരിക്കുന്നത് പോലെയല്ല ഇവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച വിശുദ്ധ ഉപകരണങ്ങൾ. ഹല്ലേലൂയ. തൂക്കപ്രകാരം തൂക്കി അവർക്ക് ഏൽപ്പിക്കുന്നത് വരെ ജാഗരിക്കുന്ന 12 പേർ, അതിനുവേണ്ടി കാവലിരിക്കുന്ന 12 പേർ. ഹല്ലേലൂയ. ഇവരവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന ഉറപ്പ് പരിശുദ്ധാത്മാവ് കൊടുത്ത 12 പേർ. ഹല്ലേലൂയ. കർത്താവേ, ആ കൂട്ടത്തിൽ ഒരാളാകാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. സ്തോത്രം. ആ കൂട്ടത്തിൽ ഒരാളാകാൻ എനിക്ക് കൃപത. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. അത്രയും വലിയ കൂട്ടത്തിന്റെ നടുവിൽ 12 പേരുടെ ഒരു തിരഞ്ഞെടുപ്പ്. എന്നിട്ട് അവരോടൊരു കാര്യം പറഞ്ഞു. അതുവരെ ഉപവസിക്കുന്നത് വരെ ഇവരുടെ പേരെന്തായിരുന്നു? പ്രവാസികളെന്നായിരുന്നു പേര്. പിന്നെ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു പേരിടുക കേട്ടോ, നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്, ഒരു പേരിടുക. പുറപ്പെട്ടവർ എന്ന് പറഞ്ഞൊരു കൂട്ടര്, അതായത് പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ടല്ലോ യെരുശലേമിലേക്ക് പോകാനായിട്ട്. നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു സിയോൻ സഞ്ചാരികൾ എന്നങ്ങ് പേരിട്ടു. തിരിച്ചു പോവാ പ്രവാസത്തിൽ നിന്ന്. ഇപ്പൊ പ്രവാസികളുമല്ല, ഇപ്പം പുറപ്പെട്ടവരുമല്ല. ഇവരെ ഇപ്പൊ എന്താ വിളിക്കുന്നതെന്നറിയാമോ? വിശുദ്ധന്മാരെന്നാ വിളിക്കുന്നത്. അങ്ങനല്ലേ നമ്മൾ വായിച്ചത്? നിങ്ങൾ ദൈവത്തിന് വിശുദ്ധന്മാരാകുന്നു, ഉപകരണങ്ങളും വിശുദ്ധം. വിശുദ്ധം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ അർത്ഥത്തിൽ എന്താണ് വിശുദ്ധം എന്ന് പറയുന്നത്? ദൈവവചനത്തിന്റെ അർത്ഥത്തിൽ വിശുദ്ധം എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ഫോർ ദ കിങ്ഡം ജോബ്.
ദൈവരാജ്യത്തിന് വേണ്ടി, ദേവാലയത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ലേവ്യനാണ്. അവനെ കരപൂർണം ചെയ്തു കഴിയുമ്പോൾ അവനെ വിശുദ്ധനായിട്ട് എണ്ണുകയാണ്, ദേവാലയ കാര്യങ്ങൾക്ക് വേണ്ടി എണ്ണുകയാണ്. എന്റെ വീട്ടിൽ 12 ഫോർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ 6 ആലയത്തിന് കൊടുത്തു. അത് ഇന്നു മുതൽ ആ ഫോർക്ക് ആലയത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സെയിം ആ സെറ്റിന്റെ 6 എന്റെ വീട്ടിൽ ഞാൻ വേറെ പല കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ 6 ഹല്ലേലൂയ സ്തോത്രം തൈലം പൂശി വിശുദ്ധീകരിച്ച് ആലയത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അതിനെ വിശുദ്ധമെന്നാണ് പറയുന്നത്. സെപ്പറേറ്റഡ് ഫോർ ദ കിങ്ഡം ജോബ്. അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. പക്ഷേ അത് വേറൊരു ലെവലാ. സ്തോത്രം. ദൈവവചനത്തിൽ വിശുദ്ധത്തിന്റെ ഓപ്പോസിറ്റ് അശുദ്ധമല്ല. വിശുദ്ധത്തിന്റെ ഓപ്പോസിറ്റ് സാമാന്യമാണ്. അതായത് ഹോളിനെസിന്റെ ഓപ്പോസിറ്റ് ദൈവവചനത്തിൽ കോമൺ എന്നുള്ളതാണ്. ദാവീദിന്റെ ആ കാര്യം അറിയാവല്ലോ. ഇവിടെ അപ്പത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ പുരോഹിതന്റെ അടുക്കൽ വന്ന് അപ്പത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമുക്ക് ആ വാക്ക് കാണാനായിട്ട് കഴിയും. വിശുദ്ധവും സാമാന്യവും, ഹോളി ആൻഡ് കോമൺ. അതായത് സിമ്പിൾ. ഞാൻ പറഞ്ഞില്ലേ 12 ഒരു സെറ്റ് 12 ഫോർക്ക് ഉണ്ട്. അതിൻ്റെ അകത്തെ 6 കോമൺ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. 6 ആലയത്തിന് വേണ്ടി മാറ്റിയപ്പോൾ അത് വിശുദ്ധമായി. അപ്പോൾ നമ്മൾ അങ്ങനെ സെപ്പറേറ്റഡ് ആകപ്പെടണം. ഒരു ഉപവാസം കഴിയുമ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഈ ഫാസ്റ്റിങ്ങിനകത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ്. അവിടെ ഒരു 12 ആയിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ കൂട്ടത്തിനകത്ത് വിശുദ്ധ ഉപകരണങ്ങൾ ചുമക്കുവാൻ, ആലയം വകയ്ക്കുള്ളത് ചുമക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം, ചിലതിനെ അടയാളം ഇടുന്ന ഒരു ഉപവാസമാക്കി ഇതിനെ തീർക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇനി പഴയ നിയമത്തിൽ തൂക്കി വാങ്ങിച്ചാൽ, തൂക്കപ്രകാരം ഏറ്റുവാങ്ങിയാൽ അതേ തൂക്കത്തിൽ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ അങ്ങനല്ല. നമുക്കറിയാം മത്തായി സുവിശേഷം 25-ാം അധ്യായം. ഞാൻ ആ ഭാഗം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് ഓടി വന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന: ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തിട്ട് മടങ്ങിപ്പോയി. സ്തോത്രം. പഴയ നിയമത്തിൽ പ്രാപിച്ചത് അതുപോലെ അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ 5 ഉള്ളവൻ 5 കൂടെ നേടി. നമുക്ക് ഉത്തരവാദിത്വം കൂടുതലാ. 2 ഉള്ളവൻ 2 കൂടെ നേടി. കുഴിച്ചിട്ടവൻ്റേത് അവന് നഷ്ടപ്പെട്ടു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ തൂക്കപ്രകാരം ഏറ്റുവാങ്ങിയിട്ട് തിരിച്ചേൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. 23-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ: നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നന്ന് നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നീ അല്പത്തിൽ വിശ്വസ്തയായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന് പറയുന്ന ഒരു തലത്തിൽ ലെറ്റ് us shut in and pour out. നമുക്ക് ദൈവത്തോട് ചേർന്നൊന്ന് അടഞ്ഞിരിക്കാം, അറയിൽ കടക്കാം, വാതിലടയ്ക്കാം. ചിലത് പകരാം. പകർന്നാൽ പ്രാപിക്കുന്ന ഒരു കൂട്ടം, തൂക്കി വാങ്ങിക്കുന്ന ഒരു കൂട്ടം, തൂക്കി കൊടുക്കുന്ന ഒരു കൂട്ടം, തൂക്കി ഏറ്റുവാങ്ങുന്ന ഒരു കൂട്ടം, തൂക്കി ഏൽപ്പിക്കുന്ന ഒരു കൂട്ടം,
ഹല്ലേലൂയ, സ്തോത്രം. ആ നിലവാരത്തിന്റെയൊക്കെ അപ്പുറത്ത് ഹല്ലേലൂയ തൂക്കി ഏറ്റുവാങ്ങുകയും തൂക്കി ഏൽപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ വ്യാപാരം ചെയ്യുന്ന ഒരു കൂട്ടം, വർദ്ധിപ്പിക്കുന്ന ഒരു കൂട്ടം, അളവ് കൂട്ടുന്ന ഒരു കൂട്ടം, ഏൽപ്പിച്ചതിനേക്കാൾ ഏറെ കൊണ്ടുവന്ന് മടക്കി കൊടുക്കുന്ന ഒരു കൂട്ടം, അങ്ങനെ ഒരു കൂട്ടത്തെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഈ ശുശ്രൂഷയുടെ നടുവിൽ ഹല്ലേലൂയ ഈ സീസൺ കഴിയുമ്പോൾ, ഈ അടഞ്ഞിരിക്കുന്നതിനകത്തുനിന്ന് പുറത്തു വരുമ്പോൾ അത്തരത്തിലൊരു കൂട്ടത്തെ സ്വർഗം നമ്മുടെ നടുവിൽ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങണം കേട്ടോ ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ചില വാതിലുകൾ ഞങ്ങൾ അടയ്ക്കുകയാ. ഞങ്ങളുടെ പിന്നിലുള്ള ചില വാതിലുകൾ, പിടിച്ചുകൊണ്ടുപോകാൻ സാധ്യതയുള്ള ചില വാതിലുകൾ, ഊറ്റിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ള ചില വാതിലുകൾ, ഒഴുക്കിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ള ചില വാതിലുകൾ, പിടിച്ചിറക്കിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ള ചില വാതിലുകൾ ഞങ്ങൾ ഒരുമിച്ച് അടയ്ക്കുന്നു കർത്താവേ. ചിലത് തൂക്കി ഏറ്റുവാങ്ങാൻ, ചിലതിനകത്ത് വിശ്വസ്തരായിരിക്കാൻ, വിശുദ്ധന്മാരായി മാറുവാൻ, വ്യാപാരം ചെയ്യുവാൻ മടങ്ങി വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് അല്പത്തിൽ വിശ്വസ്തരാകാനുള്ള കൃപ, അധികത്തിന് വിചാരകത്വം ഏറ്റെടുക്കാനുള്ള പ്രാപ്തി സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.